താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ അച്ഛൻ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്താവും പ്രതിയെ പ്രകോപിപ്പിച്ച കാരണം? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. മകളുടെ മരണത്തിനു ശേഷം സനൂപ് മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നുവെന്നാണ് കേസിലെ പ്രതിയുടെ ഭാര്യ പറയുന്നത്. കുട്ടി മരിച്ചതല്ല, കൊന്നതാണ് എന്നാണ് സനൂപ് വിശ്വസിച്ചതെന്നും കുട്ടി അബോധാവസ്ഥയിലായപ്പോൾ പോലും ഒരു ഡ്രിപ്പ് ഇടാൻ അധികൃതർ തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. തന്റെ ഭർത്താവിന്റെ ചെയ്തിയെ ന്യായീകരിക്കുന്നില്ലെന്നും പക്ഷേ മകൾക്ക് നീതി വേണമെന്നും ഇവർ പറയുന്നു. കയറി അവർ കുറച്ച് പ്രാഥമിക ചികിത്സ കൊടുത്തെങ്കിലും കുട്ടി രക്ഷപ്പെട്ടിട്ടില്ല ആ സമയം. പക്ഷെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളൂ. ഡെത്തിന്റെ സമയം നമുക്ക് ക്ലിയർ അറിഞ്ഞൂടായിരുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ ICU ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടി കൊണ്ടുവന്ന സമയത്ത് തന്നെ ഡെത്ത് ആയിട്ടുണ്ട്. കാരണം എനിക്കത് ഉറപ്പില്ലാത്തത് ഞാൻ വഴിയിൽ നിന്ന് പൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ പൾസ് നോക്കിയ സമയത്ത് 43-44 ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു പൾസ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല വഴിയിൽ നിന്ന് ഡെത്തായി എന്ന് പറയുന്നത്. കാരണം ഞാനപ്പോഴും ആ പൾസ് ഉണ്ടായിരുന്നല്ലോ കുട്ടി 5 മണിയാകുമ്പോൾ കുട്ടി പൾസ് ഉണ്ടായിരുന്നു. കുട്ടി ഹോസ്പിറ്റലിലെത്തി. അദ്ദേഹത്തിന് ഉറക്കമില്ലായിരുന്നു പ്രധാനമായിട്ട്. അദ്ദേഹത്തിന് മരിച്ചു എന്നതിലുപരി അമീബിക്ക് നമ്മൾ അമീബിക്കായിരിക്കാം. നമ്മൾ പിന്നെ അമീബിക്കിന്റെ വാർത്തകളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയാം അങ്ങനെ പോവായിരിക്കും, ആരോഗ്യമല്ലല്ലോ, പെട്ടെന്ന് കുട്ടിക്ക് ബാധിച്ചാൽ അങ്ങനെ പോകുന്ന കുട്ടികൾ ഉണ്ടാവായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് കൂടും പറഞ്ഞ് സമാധാനിക്കായിരുന്നു. അതേസമയം ഡോക്ടർക്കെതിരായ ആക്രമണത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ് ഡോക്ടർമാർ. കോഴിക്കോട് ജില്ലയിൽ OP ബഹിഷ്കരിക്കുകയാണ്. ആക്രമണം നടന്ന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇന്നും OP പ്രവർത്തിക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഞാനിപ്പോ KGMO താലൂക്ക് കൺവീനറാണ്, അതിന്റെ അസോസിയേഷന്റെ ഭാഗമായിട്ടും കൂടെ ഞാൻ പറയുകയാണ്. ഞങ്ങൾക്ക് കൂടുതൽ ഡോക്ടേഴ്സിനെ, നഴ്സസിനെ, ഫാർമസിസ്റ്റിനെ, എല്ലാ തുറയിലുള്ള സ്റ്റാഫിനെയും വേണം. അതിന്റെ സ്റ്റാഫ് ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട് ഇത്രയും രോഗികളെ നോക്കാൻ വേണ്ടി. പിന്നെ സെക്യൂരിറ്റി സംവിധാനം ശക്തിപ്പെടുത്തണം. മുമ്പ് പറഞ്ഞ പോലെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ex-military ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തണം. പിന്നെ പോലീസ് ഔട്ട് പോസ്റ്റ്, പോലീസ് എയ്ഡ് പോസ്റ്റ് അല്ല, പോലീസ് ഔട്ട് പോസ്റ്റ് ആയിട്ട് സ്ഥിരമായിട്ട് തന്നെ ഇവിടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് ഔട്ട് പോസ്റ്റ് നിർബന്ധമായിട്ടും വേണം. MS അനീഷ് കുമാർ ഉണ്ട് നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ്. ആരോഗ്യ പ്രവർത്തകരെ ഇത്തരത്തിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് തീർത്തും അപലപനീയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ മാനസിക നില അവരെത്രത്തോളം തകർന്നിരിക്കുകയാണ്. സ്വന്തം മകളെ ഇത്തരത്തിൽ നഷ്ടമാകുന്ന സാഹചര്യം, അതിനപ്പുറം കൃത്യമായ ചികിത്സ ലഭിക്കാതെയാണ് തൻ്റെ മകൾ മരിച്ചത് എന്നുള്ള അച്ഛൻ്റെ തോന്നലാണ് ഈ പ്രകോപനത്തിനും ആക്രമണത്തിനും കാരണം എന്നുള്ളതും അവിടെ വസ്തുതയായി നിലനിൽക്കുകയാണ്. നമ്മൾ ആ ആക്രമണത്തെ ന്യായീകരിക്കുകയല്ല എങ്കിൽ പോലും. തീർച്ചയായും അങ്ങേയറ്റം സങ്കടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒരു വശത്ത് 9 വയസ്സുള്ള മകൾ മരിച്ച ഒരു കുടുംബത്തിന്റെ ദുഃഖം, മറുവശത്ത് തന്റെ ജോലിക്കിടയിൽ മരണത്തോളം മടങ്ങിയെത്തി ചികിത്സയിലിരിക്കുന്ന ഒരു യുവ ഡോക്ടറുടെ നില, ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവരും അങ്ങേയറ്റം ആശങ്കാകുലരായി നിൽക്കുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ ഒന്നടങ്കം, ഡോക്ടർമാർക്ക് പിന്തുണയുമായി ജീവനക്കാർ ഒന്നടങ്കം സമരമുഖത്ത് അണിനിരന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം ഇവിടെ നടന്നിരുന്നു. ഇന്ന് ഈ അത്യാഹിത വിഭാഗത്തിൽ ഒഴികെ മുഴുവൻ വിഭാഗത്തിലും ബഹിഷ്കരിച്ച് ഒരു പണിമുടക്കിലേക്ക് ഈ ആശുപത്രി ജീവനക്കാർ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും ഏതാണ്ട് സമാനമായ അവസ്ഥയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് അടക്കം പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യം ആശുപത്രികളിൽ നിലനിൽക്കുന്നു. സർക്കാർ പലവട്ടം പല ഉറപ്പുകൾ ഈ സംഘടനകൾക്കും മറ്റുമൊക്കെ നൽകിയതാണ്. പ്രത്യേകിച്ചും നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം, അതിന് തൊട്ടു പിന്നാലെ വലിയ സമരമുഖത്തേക്ക് വിവിധ സംഘടനകൾ കടന്നപ്പോൾ പലതരത്തിലുള്ള ഉറപ്പുകൾ നൽകിയിരുന്നു. ഒരു സുരക്ഷാ സേനയെ ആശുപത്രിയിൽ വിന്യസിക്കും, ട്രയാജ് സംവിധാനം കൃത്യമായി നടപ്പിലാക്കും, ഒപ്പം വിരമിച്ച സൈനികരെ ആശുപത്രിയിൽ വിന്യസിക്കും, പോലീസ് ഔട്ട് പോസ്റ്റുകൾ എല്ലാ ആശുപത്രിയിലും ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ഉറപ്പുകൾ നൽകി
നൽകി. പക്ഷേ ആ ഉറപ്പുകളൊന്നും പിന്നീട് പാലിക്കപ്പെട്ടില്ല എന്ന ഒരു പരാതിയാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കണ്ണു തുറക്കുന്ന ഒരു സംഭവമായി മാറണം, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഘടകങ്ങൾ പൂർണ്ണമായി പരിശോധിക്കണം. ഈ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ, അതായത് ഡോക്ടർമാരുടെ അടക്കം എണ്ണം കുറവ് ഒരു വലിയ പ്രശ്നമായി ആശുപത്രികളിൽ മാറുന്നു. അതുകൊണ്ട് ഈ അത്യാഹിത വിഭാഗത്തിലും മറ്റുമൊക്കെ എത്തുന്ന രോഗികൾക്ക് ഡോക്ടർമാർ മനസ്സിൽ കരുതുന്ന അതേ വേഗത്തിൽ സേവനങ്ങൾ നൽകാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നും ഈ ഡോക്ടർമാർ തന്നെ പറയുന്നു. അതുകൊണ്ട് സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് ഇക്കാര്യങ്ങളിൽ ആവശ്യമാണ്. ഈ ഡോക്ടറുടെ നേരെ ഉണ്ടായ ആക്രമണം ഒരു ചൂണ്ടുപലകയായി എടുത്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആരോഗ്യ മേഖല ഏതാണ്ട് പൂർണ്ണ സ്തംഭനത്തിലേക്ക് ഈ സംഭവത്തോടെ നീങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മറുവശത്ത് ഇന്നലെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ പ്രതി സനൂപിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇന്നലെ വൈദ്യപരിശോധനയും മറ്റും പൂർത്തിയാക്കി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളിലേക്കും നീങ്ങിയിട്ടുണ്ട്. വലിയ ഒരു പ്രതിഷേധമാണ് ജില്ലയുടെ എല്ലാ മേഖലകളിലും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ്, ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഈ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാവുക അത് സ്വാഭാവികമാണ്. അവർ ഈ ആതുര സേവന രംഗത്ത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. നമ്മൾ വന്ദനാദാസിന്റെ കൊലപാതകമൊക്കെ കണ്ടതാണ്. അതിനുശേഷം ആശുപത്രി സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിൽ പോലും അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല, കടലാസിൽ ഒതുങ്ങുന്നതാണ് കണ്ടത്. ഇതിപ്പോൾ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്? ഈ ശക്തമായ നിയമ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. ഒപ്പം ഈ ഡോക്ടർമാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് സർക്കാർ പല തീരുമാനങ്ങളും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, അവയിൽ പലതും നടപ്പിലായില്ല, അല്ലെങ്കിൽ നടപ്പിലായി വരുന്നതേ ഉള്ളൂ. ഈ CCTV മറ്റും സ്ഥാപിക്കുന്നതൊക്കെ ഓരോ ആശുപത്രികളിലായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഈ സമരം നടത്തുന്ന ഡോക്ടർമാർ തന്നെ ഉണ്ട്. പല കാര്യങ്ങൾ നിങ്ങൾക്ക് സർക്കാർ പല ഘട്ടങ്ങളിലായി ഉറപ്പ് നൽകിയിരുന്നു. അവയൊന്നും പാലിക്കാതെ വന്നതാണോ ഇത്തരമൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ? സർക്കാർ പാലിക്കാനുള്ള നിയമനിർമ്മാണം, അതായത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് നടത്തി ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിയമനിർമ്മാണം നടത്താത്തത് കൊണ്ടല്ല, പക്ഷെ അത് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി സംവിധാനം ശക്തിപ്പെടുത്താത്തത് ഒരു കാരണമാണ്. പക്ഷെ അത് ശക്തിപ്പെടുത്തേണ്ടത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആണ്. അപ്പോൾ അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ മുന്നേയും ഇത്തരത്തിലുള്ള ചെറിയ ഇതിൻ്റെ തോത് ഇത്രത്തോളം ഇല്ല എന്നുള്ളൂ. നിരന്തരം ഇങ്ങനെ ആക്രമികൾ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലുള്ള ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്താറുണ്ട്, അപ്പോഴൊക്കെ ഇത് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഒരിക്കലും ഈ സെക്യൂരിറ്റി സംവിധാനത്തിനെ മാറ്റി നിയമിക്കാനൊന്നും ഈ പറഞ്ഞ അധികാരികൾ തയ്യാറാവുന്നില്ല. അപ്പോൾ അത് പരിശോധിക്കപ്പെടണം. ചികിത്സ നിഷേധിക്കപ്പെടുന്നു എന്നാണ് ആ കുടുംബം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അത്തരം കാര്യങ്ങളും നിങ്ങളുടെ പരിധിക്ക് അപ്പുറമല്ല. അത് ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരു രോഗികൾക്കും ചികിത്സ നിഷേധിക്കാറില്ല. എല്ലാ രോഗികൾക്കും കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിയിട്ട് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേക സാഹചര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അമീബിക് മെനിഞ്ചൈറ്റിസ് വന്നാൽ മരണസാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ തന്നെ സംസാരിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പം ഈ ഇതോടുകൂടി എങ്കിലും മാറ്റം വരുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ, അല്ലേ? ഇതോടുകൂടി മാറ്റം വരണം. അതാണ് ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഒരു മാറ്റം വരണം. മറ്റ് പല കാര്യങ്ങളും നിയമനിർമ്മാണം അടക്കം നടന്നെങ്കിൽ പോലും അതൊരു നടപ്പിലാക്കൽ നിലവിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഈ സുരക്ഷാ സംവിധാനങ്ങളിലടക്കം പാളിച്ച ഉണ്ടാവുന്നതിന് കാരണമെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. എന്തായാലും അവരുടെ പ്രതിഷേധം തുടരുകയാണ്. തീർച്ചയായും MS അനീഷ് കുമാറാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർത്തത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ്, OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. സാധാരണക്കാർ സ്വാഭാവികമായും ഇന്ന് ആശുപത്രിയിലേക്ക് എത്തിയാൽ കുഴയുന്ന അവസ്ഥ തന്നെയാണ്. എന്തായാലും അത്യാഹിത വിഭാഗം മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. ആക്രമണം നടന്ന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ഇന്ന് OP പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടക്കുക എന്ന് പറയുന്നത് ഖേദകരമാണ്. അത് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം ആശുപത്രി സുരക്ഷ വർദ്ധിപ്പിച്ചു, നിയമനിർമ്മാണം നടത്തി എന്നൊക്കെ പറഞ്ഞതും പ്രഖ്യാപിച്ചതുമൊക്കെ ഇപ്പോൾ
വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നതാണ് സാഹചര്യം. അതിനപ്പുറം ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ആ കുഞ്ഞിന് കൃത്യമായ സമയത്ത് ചികിത്സ നൽകാൻ ഒരു ഡോക്ടർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആശുപത്രി തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ആരോപണം കൂടി അന്വേഷിക്കണം എന്നുള്ളതും അവിടെ മാനുഷിക പരിഗണന തന്നെയാണ്.